ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. മെഷേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് സം ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ. ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 2 ഈക്വൽ ആംഗിൾസ്. 2 ഈക്വൽ ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾ ഇല്ലാന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും അതിനകത്ത് വരുന്ന 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 60 ഡിഗ്രി ആയിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ ഉണ്ടാവുക. ഇവിടെ അളവ് എത്രയാവട്ടെ, 8 എത്രയാവാം. അപ്പോൾ 3 ആംഗിൾസും 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ആംഗിൾസ്, ഫോർ എക്സാമ്പിൾ 45, ഇവിടെയും 45, ഇവിടെ 90, 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ 2 ആംഗിൾസിൻ്റെ അടുത്തുള്ള ആ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈച്ച് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 2 ഈക്വൽ ആംഗിൾസ്. 2 ഈക്വൽ ആംഗിൾസ് വരുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവാൻ ചാൻസ് ഉള്ള ഏതാണ് ചോദിച്ചത്. 2 ഈക്വൽ ആംഗിൾസ് ഉണ്ടെങ്കിൽ 2 സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ 7 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെയും 7 ഉണ്ട്. 2 ഈക്വൽ സൈഡ്സ് വരുന്നുണ്ട്, അവർക്ക് എന്തായിരിക്കും, 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ.